അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മുളക് ബജിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ബജ്ജിമുളക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10 ബജ്ജിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകിയ ശേഷം തുടച്ചു വെക്കുക, ഈർപ്പം ഇല്ലാതെ. ഇനി ഇതിന്റെ താഴെ നിന്നും നടുവ് വരയ്ക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുറിച്ച ശേഷം ഇതിന്റെ അകത്തുള്ള വിത്തൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. കത്തി വെച്ചിട്ടാണ് എടുത്ത് മാറ്റുന്നത്. ഇത് ചെയ്യുമ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു സ്പൂൺ വെച്ചോ കത്തി വെച്ചോ ഇതുപോലെ മുഴുവനായിട്ട് കുരുവൊക്കെ എടുക്കാൻ പറ്റുന്ന മാക്സിമം എടുക്കാം. കത്തി വെച്ചാണ് എടുക്കുന്നതെങ്കിൽ മുളക് മുറിഞ്ഞു പോകാതെ നോക്കാം. നടുവ് വരെയാണ് മുറിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ ഇനിയുള്ള കുരുവും കൂടി പുറത്തോട്ട് വരും. അപ്പൊ ഇതുപോലെ എല്ലാ ബജ്ജിമുളകിന്റെയും കുരുവൊക്കെ നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് പുളിയാണ്. നാടൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. 2 നെല്ലിക്ക വലുപ്പമുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇത് മുളകിന്റെ അകത്ത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് പുളി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ കുരു ഉണ്ടാവും. അത് നോക്കിയിട്ട് മാറ്റി വെക്കാം. കുരു മാറ്റിയ പുളി ഒരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പൊടിയുപ്പോ കല്ലുപ്പോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പേസ്റ്റ് തിക്കായിരിക്കണം, അതുകൊണ്ട് വെള്ളം കൂടി പോകരുത്. കുറച്ച് ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം അരച്ചെടുക്കേണ്ടത്. അപ്പൊ വെള്ളം ആവശ്യത്തിന് നോക്കി മാത്രം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. ഇനി ഈ പുളിയുടെ പേസ്റ്റ് ബജ്ജിമുളകിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബജ്ജിമുളകിന്റെ ഒരു സൈഡ് ഇതുപോലെ തേച്ചു കൊടുത്ത ശേഷം രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇത് ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത പോർഷൻ വരയ്ക്കും ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അമ്മ താഴെ ഒരു 1/4 ഭാഗം മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിലും കട്ട് ചെയ്ത മിഡിൽ പോർഷൻ വരയ്ക്കും ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണിത്. ഇത് പുളിയും ഉപ്പും ബജ്ജിമുളകിന്റെ ഒക്കെ എരിവും കാരണം നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. അപ്പൊ ഇതുപോലെ എല്ലാ ബജ്ജിമുളകും ചെയ്തെടുക്കാം. ഇനി മാവ് കുഴക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ ബജ്ജിമുളക് ഇങ്ങനെ മുക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. ഇതിലോട്ട് ഞാൻ 2.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി എടുക്കാം. 10 ബജ്ജിമുളകിനാണ് ഈ ഒരു അളവിൽ കാണിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിരുന്നു. കറക്റ്റായിട്ട് ബാക്കി മാവ് ഉണ്ടായില്ല. അപ്പൊ മാവിന്റെ അളവില് ബജ്ജിമുളകിന്റെ സൈസിനനുസരിച്ച് വ്യത്യാസം വരാം. ഇനി ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് മുളക് പൊടി ചേർക്കുന്നതും എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം, കട്ടകളില്ലാതെ. അമ്മ ഇവിടെ കൈ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഫോർക്ക് വെച്ചോ ഹാൻഡ് മിക്സർ വെച്ചിട്ടോ കട്ടകളില്ലാതെ ഒന്ന് കുഴച്ചെടുക്കുക. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1.25 മുതൽ 2 കപ്പ് വരെ വെള്ളമാണ് ഇതിന് ആവശ്യമായിട്ട് വന്നത്. അപ്പൊ അതിൽ വ്യത്യാസം വരാം. 1.25നും 2നും ഇടയ്ക്കാണ് ആവശ്യമായിട്ട് വരിക. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. മാവ് നല്ലപോലെ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം വെള്ളത്തിന്റെ അളവ്. വെള്ളം കൂടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കടൽമാവിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇത് വറുത്ത് കോരാനായിട്ടുള്ള എണ്ണ ചൂടാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുളക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് കുറച്ച് മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടൻ തന്നെ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ അത് പൊള്ളി വരുന്നുണ്ട്. അപ്പൊ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാവ് മുളകിൽ നല്ലപോലെ ഒന്ന് തേച്ചു കൊടുക്കാം. അപ്പം ഓരോ മുളകും ഇതുപോലെ നല്ലപോലെ കൊള്ളുന്ന രീതിയിലുള്ള പാത്രം എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാവ് അതിലോട്ട് മുക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിലൊരു 2 ബജ്ജിമുളകൊക്കെ ഇട്ട് വറുത്ത് കോരാനായിട്ട് പറ്റുള്ളൂ. അത്രയൊക്കെയുള്ള ഒരു സ്പേസേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ബജ്ജിമുളക് ഇട്ടാൽ നമുക്ക് തിരിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പൊ നല്ലപോലെ ബബിൾസ് വരുന്നില്ല. ഇതൊന്ന് കുറഞ്ഞു വരുമ്പോഴാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ അതിന്റെ ബബിൾസ് ഒക്കെ കുറയും. അപ്പൊ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അടിഭാഗം വെന്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും വെന്ത് കഴിഞ്ഞാൽ ഇത് വറുത്തുകോരി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് വറുത്തുകോരി എടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ബജ്ജിമുളകും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ റെസിപ്പിയുടെ ടിപ്സ് നോക്കാം. പുളിയുടെ പേസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ബാറ്റർ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടി പോകാതെ നോക്കാം. ആവശ്യത്തിന് അളവ് നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ബജ്ജിമുളകിന്റെ എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുരു എടുത്ത് മാറ്റുന്നത് ആദ്യം. അപ്പൊ എന്നിട്ടും നല്ല എരിവുണ്ട്, ബജ്ജിമുളകിനാണ് നല്ല എരിവുള്ളത് എങ്കിൽ ഒരു 30 സെക്കൻഡ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ മുളകിന്റെ എരിവ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തേതായിട്ട് ഇത് 2.5 കപ്പ് ആണ് കടലമാവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 10 ബജ്ജിമുളക്, അത്യാവശ്യം വലിയ ബജ്ജിമുളകായിരുന്നു. ആ ഒരു അളവിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ മുളകിന്റെ അളവിനനുസരിച്ചിട്ട് ഇതിന്റെ ബാറ്ററിന്റെ അളവിൽ വ്യത്യാസം വരാം.
ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ലിസ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇനി നാലാമതായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാറ്റർ കൂടുതലായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഇതേ ബാറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഴക്ക ബജ്ജി, ഏത്തപ്പഴ ബജ്ജി അല്ലെങ്കിൽ ഉള്ളി റൗണ്ടായിട്ട് അരിഞ്ഞ് ഉള്ളി ബജ്ജി ഒക്കെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ബജ്ജി മുഴുവനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിത് ചൂടോടുകൂടി തേങ്ങാ ചട്നിയോടൊപ്പം അല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.